ജന്തർ മന്ദറിൽ അഭിജിത് ദീപ്കെ എന്ന് പറയുന്ന പാറ്റ പാർട്ടിയുടെ നേതാവ് എത്തിയിട്ടുണ്ട്. ധർമ്മേന്ദ്ര പ്രധാൻ എന്ന് പറയുന്ന മന്ത്രിയെ പിൻവലിക്കണം എന്നുള്ളതാണ് അവരുടെ ആവശ്യം. കൂടാതെ വലിയ പ്രൊട്ടക്ഷൻ അവിടെ ഒരുക്കിയിട്ടുണ്ട് എന്ന് പറയുന്നു. ഒരുപാട് പേർ തടിച്ചുകൂടിയിട്ടുണ്ട് എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. അതല്ല, സാമാന്യം ആളുകൾ മാത്രമാണ് വന്നിട്ടുള്ളത് എന്നൊക്കെ പറയുന്നുണ്ട്. ഈ പ്രതിഷേധം ഇന്ത്യയെ മാറ്റിമറിക്കാൻ പോരുന്ന ഒരു പ്രതിഷേധമാണ് എന്നുള്ള ഒരു വാദം കൂടി വരുന്നുണ്ട്. അങ്ങനെ ഒരു മാറ്റം ഇന്ത്യയിൽ കൊണ്ടുവരാനായിട്ട് കഴിയുമോ? ഈ പാർട്ടിക്ക് ഉന്നയിക്കുന്ന ഈ കാര്യങ്ങൾക്കൊക്കെ അടിസ്ഥാനമുണ്ടോ? ഇത് നമ്മുടെ ഈ ജന്തർ മന്ദറിലാണ് പ്രതിഷേധം നടക്കുന്നത്. ഡൽഹിയിലെ പ്രധാന പ്രതിഷേധ കേന്ദ്രമാണല്ലോ. പണ്ട് ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ ഇത് പ്രതിഷേധിക്കാമായിരുന്നു. ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റ് വളരെ കർശനമാക്കിയിട്ടുണ്ട്. സുരക്ഷ കർശനമാക്കിയൊക്കെ ചെയ്തതുകൊണ്ട് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് പ്രതിഷേധിക്കാം. അങ്ങനെയാണ് ജന്തർ മന്ദർ തെരഞ്ഞെടുക്കുന്നത്. പണ്ടൊക്കെ ഈ വടക്കേ ഇന്ത്യയിൽ നിന്നുള്ള ഗ്രാമങ്ങളിൽ നിന്നുള്ള കർഷക പ്രക്ഷോഭമൊക്കെ ഇവിടെ വലിയ കാര്യമായിട്ടൊക്കെ അടങ്ങിയേറുമായിരുന്നു. അപ്പൊ ഇങ്ങനെ വന്ന് തമ്പടിച്ചിട്ട് ചിലപ്പോൾ 1 മാസം 2 മാസമൊക്കെ വിരിഞ്ഞ പ്രക്ഷോഭം നടത്തിക്കളയും. അപ്പൊ ആ സമയത്ത് ഡൽഹിയും പരിസര പ്രദേശങ്ങളും ജന്തർ മന്ദറും അതിന്റെ സമയമുള്ള പ്രദേശങ്ങളിലെല്ലാം ഈ മലമൂത്ര വിസർജനം കൊണ്ട് ഇറങ്ങി നടക്കാൻ വയ്യാത്ത സ്ഥിതിയാകും. കാരണം ചിലര് പൊതു സൗകര്യങ്ങൾ ഉപയോഗിക്കത്തില്ല, അല്ലെ പരിമിതമാകും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ്. അപ്പൊ അതുകൊണ്ട് ഗവൺമെന്റ് വളരെ കർശനമാക്കിയിട്ടുണ്ട്. ജന്തർ മന്ദറിലെ കൂടുന്ന സമയത്ത് അതിനൊരു പരിധിയുണ്ട്. ഇത്രയും എണ്ണത്തിൽ കൂടുതൽ ആളുകൾ കൂടരുത്. അത് സമയപരിധിയുണ്ട്. 10 മുതൽ 5 വരെ അങ്ങനെ ഒരു സമയമാണ്. കാരണം വളരെ ഹൈ സെക്യൂരിറ്റി ഉള്ള ഏരിയ ആണ് അവിടെയൊക്കെ. അപ്പൊ അവിടത്തേക്കൊക്കെയാണ് ഇപ്പൊ നമ്മൾ ഈ പറയുന്ന പാറ്റകൾ പറന്നിറങ്ങിയിരിക്കുന്നത്. പാറ്റകളെന്നും കൂറകളെന്നും ഒക്കെ പറയുന്ന അങ്ങനെയാണല്ലോ ഇതിനെയൊക്കെ വിശേഷിപ്പിക്കുന്നത്. അവര് പറന്നു വന്നിരിക്കുകയാണെന്നാണ് പറയുന്നത്. ഇതിനു മുമ്പ് ചോദിച്ചതുപോലെ ഡൽഹിയെ അവർ മാറ്റിമറിക്കുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാനൊക്കത്തില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ഇരുന്നിട്ട് നമ്മൾ 11 അവരുടെ തന്നെ കണക്ക് പ്രകാരം ഇതിനകത്ത് മിനിമം 11-12 മണിക്കൂർ സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് ആക്റ്റീവായിട്ട് പണിയെടുക്കുന്ന പറഞ്ഞാൽ ഇത് നോക്കുകയും മറ്റു മറുപടി അയക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകൾ, സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകൾക്ക് മാത്രമുള്ള പ്ലാറ്റ്ഫോമാണിത്. അതാണ് ഈ പറയുന്ന കോക്രോച്ച് ജനതാ പാർട്ടി എന്നൊക്കെ പറയുന്നത്, CJP എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് പറ്റും. അപ്പൊ ശരീരം അനങ്ങേണ്ട കാര്യമില്ല. നമ്മളൊരു AC മുറിക്കകത്തൊക്കെ ഇരിക്കാം. AC മുറി ഉണ്ടെങ്കിൽ അതിനകത്ത് ഇരുന്നുകൊണ്ട് ഇത്തരത്തിലുണ്ട് വിരൽ കൊണ്ട് തട്ടിക്കളിച്ചുകൊണ്ടൊക്കെ ഇരുന്നാൽ മതി. അപ്പൊ അത്തരം കുട്ടികളാണ് വരുന്നത്. ഇപ്പൊ നമ്മളിപ്പോ ഇതിനകത്ത് എയർപോർട്ടില് ഇതിന്റെ നേതാവിനെ സ്വീകരിക്കാനായിട്ട് നമ്മൾ കണ്ടില്ലേ, അഭിജിത് ദീപ്കെ ഇന്ന് രാവിലെ ഡൽഹി വിമാനത്താവളത്തിൽ വന്നിറങ്ങി. അയാള് ലണ്ടനിൽ നിന്ന് വരികയാണ്, പഠിക്കുകയാണ്. അയാൾ തന്നെ നേരിട്ട സമരത്തിൽ പങ്കെടുക്കാനായിട്ട് ഡൽഹി വിമാനത്താവളത്തിൽ രാവിലെ 8 മണിക്ക് വന്നിറങ്ങി. അപ്പൊ ആ സമയത്ത് കുറെ പേരൊക്കെ സ്വീകരിക്കാനൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പൊ 9 മണിയോട് 9:30 ആയപ്പോഴാണ് ഇയാളെ പുറത്തേക്ക് കൊണ്ടുവന്നത്. ഈ സമയത്ത് പോലീസ് അവിടെ കൃത്യമായിട്ട് അവിടെ ചെന്നിരുന്നു. വിമാനത്താവളത്തിൽ ചെന്നിരുന്ന ഇയാളെ കണ്ടിട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ചു. ജന്തർ മന്ദിറിൽ ചെന്നിട്ട് പഴയ ഈ പറയുന്നത് പോലെ ഇവര് പറയുന്നത് ഇതിനകത്തിൽ ഒരുപാട് ലക്ഷങ്ങളാണ് ഇതിനകത്ത് വന്ന് നടന്നിരിക്കുന്നത്. അപ്പൊ ഇവരുടെ ഗ്രൂപ്പിനകത്തിൽ അംഗങ്ങളായിട്ട് വന്നിരിക്കുന്നത്. ഇവരൊക്കെ വരുമോ എന്ന് ചോദിച്ചിരുന്നു. അപ്പൊ അതൊന്നും അനുവദിക്കാൻ പറ്റുകയില്ല. കാര്യം കൃത്യമായിട്ട് പറഞ്ഞു. അപ്പൊ അയാൾക്ക് തന്നെ ഇക്കാര്യത്തിൽ ഉറപ്പില്ല. അയാൾ തന്നെ അവിടെ നിന്നുകൊണ്ട് ഏതാണ്ടൊരു അരമണിക്കൂറോളം ഫോൺ ചെയ്യുന്നത് കേട്ടു, ജന്തർ മന്ദറിലെ സ്ഥിതി എന്താണെന്നുള്ളത്. അപ്പൊ നമ്മൾ ആദ്യം കാണുന്നത് ആദ്യഘട്ടങ്ങളിൽ ഇപ്പൊ 10 മുതൽ 5 വരെയാണ് പോലീസ് അനുമതി കൊടുത്തിരിക്കുന്നത്. ആദ്യഘട്ടത്തിലൊന്നും അവിടെ വലുതായിട്ട് ആൾക്കൂട്ടം ഒന്നും കാണുന്നില്ല. അത്യാവശ്യം ആളുകളൊക്കെ ഉണ്ടെന്നുള്ളതേ ഉള്ളൂ, ചെറുപ്പക്കാർ കുട്ടികളുണ്ടെന്നുള്ളതേ ഉള്ളൂ. ജെൻസി കുട്ടികളാണ്. അവരെ കണ്ടാൽ തന്നെ വെയിലൊന്നും കൊള്ളാത്ത കുട്ടികളാണ്. എല്ലാം നല്ല ഈ റൂമിലിരിക്കോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സൗകര്യങ്ങളിൽ കഴിയുന്ന കുട്ടികളാണ് അവിടെ വന്നിരിക്കുന്നത്. അവർക്കും പ്രതിഷേധിക്കാൻ കേട്ടോ, പ്രതിഷേധിക്കുന്നതുകൊണ്ട് കുഴപ്പങ്ങളൊന്നുമില്ല. പക്ഷെ നമ്മൾ അവിടെ വെയിലാണ് ഇപ്പോഴേ. നമ്മുടെ കേരളത്തിലെ അവസ്ഥയല്ല ഡൽഹിയിൽ നല്ല ചൂടുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ അവർ എത്ര സമയം വെയിലത്തിരിക്കും എന്നുള്ളത് കണ്ടറിയണം. അതേപോലെ തന്നെ ഇവർ ഈ പറയുന്ന എണ്ണം വരുമോ എന്നുള്ളതും അറിയണം. എങ്കിൽ മാത്രമേ നരേന്ദ്രമോദിയെ മറിക്കാനും ചോദിച്ചതുപോലെ നരേന്ദ്രമോദി സർക്കാരിനെതിരെ വലിയ രൂക്ഷമായ പ്രക്ഷോഭം ആരംഭിക്കാനൊക്കെ ഇവരെ കൊണ്ട് സാധിക്കുകയുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ പേരിന് എന്തെങ്കിലും ഒരു കാര്യം നടത്തിയിട്ട് പോകാനേ കഴിയുകയുള്ളൂ. അതിൽ ഒരു നേതാവ് പറയുന്നത് കേട്ടു, കേന്ദ്രമന്ത്രി വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കാതെ ഞങ്ങൾ പോവുകയില്ല. അത് അഭിജിത്തും പറഞ്ഞു കേട്ടോ. അഭിജിത്ത് എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് അഭിജിത്തും പറയുന്നുണ്ടായിരുന്നു, മൂന്നോളം കുട്ടികൾ ആത്മഹത്യ ചെയ്തു ഈ പരീക്ഷാ പ്രശ്നത്തിന്റെ പേരിൽ, ഈ ഉത്തരക്കടലാസിന്റെയൊക്കെ പ്രശ്നത്തിന്റെ പേരിൽ. അപ്പൊ അതുകൊണ്ട് മന്ത്രിയുടെ രാജിയില്ലാതെ ഞങ്ങൾ പോകത്തില്ലെന്നാണ് പറയുന്നത്. അത് എത്ര കണ്ട് നടക്കുമെന്നുള്ളതൊക്കെ കണ്ടറിയണം. കാരണം ഇപ്പൊ നമ്മൾ ലേറ്റസ്റ്റ് ന്യൂസ് കേൾക്കുന്നത് ധർമ്മേന്ദ്ര പ്രധാനും അതേപോലെ തന്നെ പ്രധാനമന്ത്രിയും കൂടെ ഫ്രാൻസിൽ ഒരു കോൺഫറൻസിന് പോകുന്നുണ്ടെന്നുള്ളതാണ്.
അപ്പൊ അവർ രണ്ടുപേരും കൂടെ അപ്പൊ എന്തായാലും പ്രധാനമന്ത്രിയോടൊപ്പം ധർമ്മേന്ദ്ര പ്രധാനം പോകുന്നുണ്ട്. അപ്പൊ ഈ ഇന്നോ നാളെ നടക്കാൻ പോകുന്ന അല്ലെങ്കിൽ ഈ ഒരാഴ്ചക്ക് നടക്കാൻ പോകുന്ന ക്യാബിനറ്റ് റീഷഫിളിനകത്തില് ധർമ്മേന്ദ്ര പ്രധാന രാജി ഉണ്ടാകുകയില്ലെന്നുള്ളതാണ് ഇപ്പൊ ഡൽഹിയിൽ അറിയുന്ന കാര്യങ്ങൾ. അപ്പൊ എന്തായാലും ഇവര് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടേ പോകുകയുള്ളെന്നാണ് പറയുന്നത്. പക്ഷെ ആരും സപ്പോർട്ടില്ല. നമ്മൾ പറയുന്നത് പോലെ രക്ഷകളൊക്കെ അണിനിരത്തി അവിടെ ഒന്നും പ്രകടനം നടത്താൻ ഒക്കത്തില്ല. ഒന്ന്, നമ്മുടെ കൊച്ചിയിൽ തന്നെ 2 തവണ ശ്രമിച്ചതല്ലേ. 2 തവണയൊക്കെ ആഹ്വാനം ഉണ്ടായിട്ട് ആളില്ല. നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് ഇതൊക്കെ ചെയ്യാം, കാര്യങ്ങളൊക്കെ ചെയ്യാം, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് കാര്യങ്ങൾ ചെയ്യാം. പക്ഷേ നമ്മൾ യഥാർത്ഥ കളത്തിലേക്ക് ഇറങ്ങണം. വിയർക്കാനായിട്ട് ഇറങ്ങുമ്പോഴാണ് ആള് കാണുമോ എന്നുള്ള ഒരു പ്രശ്നം വരുന്നത്. അതാണ് ഇവർ നേരിടുന്ന ഒരു വലിയ ഗുരുതര പ്രതിസന്ധി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ്. അപ്പൊ അത് പക്ഷേ സപ്പോർട്ടും ഇല്ല. ഇതിനകത്തിൽ ആരും സപ്പോർട്ട് ചെയ്യാനും ഇല്ല ഇവരെ. അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മുടെ രാജ്യത്ത് ഒരുപാട് വിമർശിക്കപ്പെടേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ ഇതൊരു പെട്ടെന്ന് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുന്നു, പെട്ടെന്നൊരു പാർട്ടി വരുന്നു, അതിന്റെ ഒറിജിൻ എന്ന് പറയുന്നത് പോലും നമ്മുടെ രാജ്യത്ത് നിന്നല്ല. പക്ഷെ എല്ലാവരും ഒത്തുകൂടുന്നു. ഇതിനിടയിലാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് വരുന്നുണ്ട്. അദ്ദേഹം 1 വർഷത്തിനകം മോദി ഇവിടെ നിന്ന് ഈ കസേരയിൽ നിന്ന് പുറത്താകും. എന്റെ ആളുകൾ ഭരണസിരാ കേന്ദ്രങ്ങളിലും ഭരണകൂടത്തിനുള്ളിലുണ്ട്, അവർ പ്രവർത്തിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റും വരുന്നുണ്ട്. അപ്പോൾ അത് ബിജെപിയുടെ ആളുകൾ എല്ലാം അതിനെ വളരെ കാര്യമായിട്ടാണ് പറയുന്നത്. നമുക്കറിയാം, പലപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാറുണ്ട് പ്രതിപക്ഷം എന്നുണ്ടെങ്കിലും ഇത്ര വലിയ തർക്കിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇത്രയും വലിയൊരു ആത്മവിശ്വാസത്തോടു കൂടി പറയുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഉണ്ടായിട്ടില്ല. മറ്റൊന്ന് എന്ന് പറയുന്നത്, നമുക്കറിയാം നമ്മുടെ രാജ്യത്തെ അസ്ഥിരപ്പെടുത്താൻ വേണ്ടിയിട്ട് ചില ആളുകൾ പരിശ്രമിക്കുന്നത്, ചില രാജ്യങ്ങളുടെ ആവശ്യവും കൂടിയാണിത്. അങ്ങനെ ഒരു കാര്യം കൂടി വരുന്നുണ്ട്. മറ്റൊന്ന്, ഈ കഴിഞ്ഞ ദിവസം ബിജെപി നേതാവായിരുന്ന അണ്ണാമലൈ രാജിവെച്ചിരുന്നു. അദ്ദേഹം വി ദ ലീഡേഴ്സ് എന്ന് പറയുന്ന ഒരു പാർട്ടി ഫോം ചെയ്യുന്നു. ആ പാർട്ടിയിലേക്ക് 8 മണിക്കൂർ കൊണ്ട് 8 ലക്ഷം പേർ ജോയിൻ ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോ അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് കിട്ടുന്ന, ഇവരെ പോലെ കോടികളല്ല, പക്ഷെ അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് കിട്ടുന്ന ഒരു പിന്തുണ അല്ലെങ്കിൽ ഒരു നമ്മൾ പറയില്ലേ അതിലൊരു സത്യമുണ്ട് എന്ന് പറയുന്ന ആ ഒരു കാര്യം ഈ പാർട്ടിക്ക് കിട്ടുന്നുണ്ടോ? അതോ ഈ പാർട്ടിയെ മറിച്ചിടാൻ പോരുന്ന ഒരു പാർട്ടിയാണോ അണ്ണാമലയുടേത്? ഇത് പിന്നെ ഈ അണ്ണാമലയുടെ പാർട്ടി ഇതും തമ്മിൽ വേറെ വ്യത്യാസമുണ്ട്. അണ്ണാമലയെ ഫോം ചെയ്യുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വ്യത്യാസമുണ്ട്, രാഷ്ട്രീയ വ്യത്യാസമുണ്ട്. അതൊരു പ്രാദേശിക തലത്തിലാണ് അദ്ദേഹം അത് ഉണ്ടാക്കുന്നത്. പ്രാദേശികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാട് കേന്ദ്രീകരിച്ചാണ്. തമിഴ്നാട് രാഷ്ട്രീയത്തിലേക്ക് അദ്ദേഹം മടങ്ങുകയാണ്. ബിജെപിയുമായിട്ടുള്ള ഒരു നല്ല, നമ്മൾ പറയും ഗോൾഡൻ ഷേക്ക് ഹാൻഡ് എന്നൊക്കെ പറയുന്ന ഒരു നല്ല ബന്ധം, നല്ല ഒരു സൗഹൃദ അന്തരീക്ഷത്തിലാണ്. അത് പിന്നെ ആരെയും ചീത്ത പറഞ്ഞിട്ടൊന്നുമല്ല, ബിജെപി നേതാക്കന്മാരെ അപഹസിച്ചിട്ടും ചീത്ത പറഞ്ഞിട്ടൊന്നും അല്ലല്ലോ അണ്ണാമലൈ മടങ്ങുന്നത്. അണ്ണാമലൈ ഒരു മാന്യമായ എക്സിറ്റ് ആണ്. മാന്യമായിട്ട് അദ്ദേഹം അതിൽ നിന്ന് ഇറങ്ങിയിട്ട് തമിഴ്നാട്ടിൽ വേറെ ചില പ്ലാനുകളുണ്ട്. ഇപ്പൊ ഈ രാഷ്ട്രീയ വിമർശകർ പറയുന്നത് ഇത് ബിജെപിയുടെ തന്നെ ഒരു പ്ലാനാണെന്നാണ് പറയുന്നത്. അണ്ണാമലൈ എന്ന് പറയുന്നത് ബിജെപിയുടെ ഒരു ബി ടീം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് അവർ തയ്യാറാക്കി വിട്ടിരിക്കുകയാണ്. അതല്ലേ പറഞ്ഞില്ലേ കഴിഞ്ഞ ദിവസമൊക്കെ ചില നേതാക്കന്മാർ പറയുന്നത് കേട്ടില്ലേ, അദ്ദേഹം പൊന്മാന്റെ വേഷത്തിൽ വന്ന ആണെന്നൊക്കെയാണ് പറയുന്നത്. ബിജെപി ഇറക്കി വിട്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. തമിഴ്നാട് രാഷ്ട്രീയത്തിനകത്തിൽ വിജയ് ഉണ്ടാക്കിയിരിക്കുന്ന ഓളത്തെ, ആ ജൻസി ഓളത്തെ മറികടക്കുന്നതിന് വേണ്ടിയിട്ട് തമിഴിലെ ഏറ്റവും പറഞ്ഞല്ലോ സിനിമാ താരമല്ലെങ്കിലും സൂപ്പർ സ്റ്റാർ തന്നെയാണ് അണ്ണാമലൈ. അപ്പൊ അണ്ണാമലയെ അവിടുത്തെ ഹിന്ദു സ്പേസിലേക്ക് ബിജെപി തന്നെ വിട്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. അപ്പൊ അത് തമ്മിൽ വ്യത്യാസമുണ്ട്. ജെൻസിയസ് ഈ പാറ്റ പാർട്ടിയെ, അതായത് കോക്രോച്ച് ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഉള്ള വ്യത്യാസം എന്ന് പറഞ്ഞാല്, കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി അങ്ങനെ പരസ്യമായിട്ട് ആഹ്വാനം ചെയ്തിട്ടുണ്ട് ബിജെപി നരേന്ദ്രമോദി സർക്കാരിനെ 1 വർഷത്തിനകം ഇറക്കുമെന്നൊക്കെ. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ട് അവർ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുന്നില്ല? ഇന്നിപ്പോ ജന്തർ മന്ദിർ നടക്കുന്ന സമരത്തിനെ കോൺഗ്രസ് പാർട്ടി പിന്തുണയ്ക്കുവാനുള്ള കൂടെ വരികയും ചെയ്യുന്നില്ല. അവര് ഈ പറഞ്ഞതുപോലെ സോഷ്യൽ മീഡിയയ്ക്കുള്ള പിന്തുണയേ ഉള്ളൂ. രാഹുൽ ഗാന്ധിയും മറ്റു കോൺഗ്രസ് നേതാക്കന്മാരും സോഷ്യൽ മീഡിയയെ കൊണ്ട് അത് പിന്നെ ആർക്കും ചെയ്യാം. നാളെ പറഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, അതല്ല എന്റെ പ്രസ്താവന തിരുത്തുകയാണെന്നൊക്കെ വേണമെങ്കിൽ പറയാം. അത്തരം പിന്തുണയുള്ളൂ. പരസ്യമായിട്ട്, അതായത് വെയിൽ കൊള്ളാൻ ആരും വരുന്നില്ല. ആകെ കൂടെ ഇപ്പൊ നമ്മളായിട്ട് അറിവ് പ്രകാരമാണെങ്കിൽ SFIയും ഐസ എന്ന് പറയുന്ന കുട്ടികളുടെ ഈ സംഘടനയും ഇവർ രണ്ടുപേരുമേ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. അവർ രണ്ടുപേര് ജന്തർ മന്ദിറിലേക്കൊന്ന് വരുന്നുള്ളൂ. അവിടെ ഈ കുട്ടികളുടെ ആവശ്യ ന്യായമാണ്. പാർട്ടി എന്നൊക്കെ പറഞ്ഞ് ചീഫ് ജസ്റ്റിസിന്റെ ഒരു പരാമർശത്തെ തുറന്നാണല്ലോ ഇത് വരുന്നത്. അവരുടെ ആവശ്യ ന്യായമാണ്.
ഈ നീറ്റ് പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ടും അതേപോലെ തന്നെ പ്ലസ് ടു പരീക്ഷയോട് ബന്ധപ്പെട്ട് അവർ പറയുന്ന ആ ഒരു ഡിമാൻഡ് ന്യായമാണ്. അവരുടെ 5 ഡിമാൻഡിൽ ഒന്നിനെ നമുക്ക് ന്യായീകരിക്കാം, അത് ശരിയാണ്, അവരുടെ ഒരുപാട് ഭാവി കളഞ്ഞൊരു സംഭവമാണ്. അപ്പൊ അത്തരം കാര്യങ്ങളിൽ മന്ത്രി ഉത്തരവാദിത്തം കാണിക്കേണ്ടതായിരുന്നു, ധാർമ്മിക ഉത്തരവാദിത്തം വിദ്യാഭ്യാസ മന്ത്രി ഏൽക്കേണ്ടതായിരുന്നു ഉള്ള കാര്യത്തിൽ 100% ശരിയുമാണ് അവരുടെ കാര്യത്തിൽ. അപ്പൊ മന്ത്രി വേണമെങ്കിൽ മാറ്റി നിർത്താം, അതൊക്കെ പിന്നെ BJP എടുക്കുന്ന തീരുമാനം ശരിയാണ്, അവർ കുട്ടികളുടെ ആവശ്യം അത് ശരിയാണ്. പക്ഷേ മറ്റു 4 തീരുമാനങ്ങൾ എന്താണ്? മറ്റേതൊക്കെ രാഷ്ട്രീയ തീരുമാനങ്ങളാണ് വരുന്നത്. അതായത് ഈ അഭിജിത്ത് പണ്ട് ആപ്പിന്റെ ആളായിരുന്നല്ലോ, ആപ്പിന് വേണ്ടി ഈ മാതിരി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉണ്ടാക്കുന്ന ആളാണ്. അയാളുടെ രാഷ്ട്രീയം തന്നെയാണ് അതിലേക്ക് കടത്തിവിട്ടിരിക്കുന്നത്. അതായത് നരേന്ദ്രമോദി സർക്കാരിനെതിരെയുള്ള രാഷ്ട്രീയമാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് BJP അതിനെ നേരിടുന്നത്. ഈ ഒറ്റ ഡിമാൻഡിനെ പിടിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് ഈ പ്രസ്ഥാനത്തെ വിലയിരുത്തുന്നത് ശരിയല്ല. അപ്പൊ ആപ്പിന് ഇപ്പൊ ഇവർ പറയുന്നത്, BJP സംബന്ധിച്ചിടത്തോളം പറയുന്നത്, പഞ്ചാബ് തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. ആപ്പിന്റെ കേജ്രിവാൾ അടക്കമുള്ളവരുടെ എല്ലാം സ്ഥിതി കഴിഞ്ഞല്ലോ. ഇപ്പൊ ഡൽഹിയിലെ ഭരണവും പോയി, ആകെപ്പാടെ അത് ചിഹ്ന ഭിന്നമായിക്കൊണ്ടിരിക്കുകയാണ്. ആകെക്കൂടി ഇനി പഞ്ചാബിലാണ് ബാക്കി നിൽക്കുന്നത്. പഞ്ചാബ് തെരഞ്ഞെടുപ്പ് വരികയാണ്. ഇപ്പൊ അടുത്ത വർഷം പഞ്ചാബ് തെരഞ്ഞെടുപ്പ് വരുന്നു. പഞ്ചാബിലെ തെരഞ്ഞെടുപ്പിനെ നമുക്കറിയാമല്ലോ, അവിടുത്തെ നിലവിലുള്ള മുഖ്യമന്ത്രി, അവർക്ക് നല്ല ഭൂരിപക്ഷമൊക്കെ ഉണ്ട് കേട്ടോ, നല്ല ഭൂരിപക്ഷത്തോടു കൂടിയൊക്കെയാണ് ഇയാളത് ഭഗവത് മാൻ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അവിടെ വലിയ പ്രശ്നങ്ങളിലേക്ക് വരികയാണ്. ആപ്പിന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാര്, പഞ്ചാബിൽ നിന്നുള്ള നേതാക്കന്മാരടക്കം, രാഘവ് ചദ്ദ അടക്കമുള്ളവര് പഞ്ചാബിലേക്ക് കേന്ദ്രീകരിച്ചിരിക്കുക. BJP അങ്ങോട്ട് വിട്ടിരിക്കുകയാണ്. ഈ ആപ്പിന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാം BJP ചേർന്നു. അവരെയെല്ലാം പഞ്ചാബിലേക്ക് വിട്ടിരിക്കുകയാണ്. അതായത് പശ്ചിമ ബംഗാളിലെ പോലെ തന്നെ മമതയെ എങ്ങനെ വീഴ്ത്തിയോ അതേ സ്ഥിതിയിൽ, അല്ലെങ്കിൽ അതേ സ്ഥിതിയിലേക്ക് ആപ്പിനെ ആക്കിയെടുക്കണം, അല്ലെങ്കിൽ ആപ്പിന് അത്ര കനത്ത പ്രഹരം കൊടുക്കണം. BJPക്ക് അവിടെ ഇപ്പൊ കഴിഞ്ഞ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിലൊക്കെ നമ്മൾ കണ്ടില്ലേ, പ്രാദേശിക തലത്തിൽ നടന്ന നമ്മുടെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പില് അവർക്ക് ആകെപ്പാടെ 45-47 സീറ്റേ ഉണ്ടായിരുന്നുള്ളൂ. അതവര് 178 180 സീറ്റിലേക്ക് അവർ ഉയർത്തിയിട്ടുണ്ട്. പക്ഷെ കോൺഗ്രസ് തകർന്നു പോയി. കോൺഗ്രസ് അവിടെ 900 നിന്ന് 350 മറ്റാണ്ട് കുറഞ്ഞു. ആപ്പിന് ഏതാണ്ട് 800-850 സീറ്റുകളുണ്ട്. അതാണ് അവിടുത്തെ സ്ഥിതി. അപ്പൊ വേണമെങ്കിൽ BJPക്ക് അവിടെ ഒന്ന് ഫൈറ്റ് ചെയ്യാവുന്ന സ്ഥിതിയിലേക്കാണ്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് പഞ്ചാബ് തെരഞ്ഞെടുപ്പൂടെ കേന്ദ്രീകരിച്ചിട്ടാണ് ഈ പാർട്ടികളൊക്കെ ഇറങ്ങുന്നതെന്നാണ് BJP പറയുന്നത്. അത് ശരിയുമാണ്. പഴയ ആപ്പിന്റെ പിന്നെ പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയ ആളെന്നുള്ള നിലയിൽ കേന്ദ്ര സർക്കാരിനെതിരെ ഒരു പ്രതിഷേധം, ഒരു കൂട്ടായ്മയൊക്കെ ഉണ്ടാക്കി ഒരു ഓളം ഡൽഹിയിൽ ഉണ്ടാക്കാൻ പറ്റുമോ? അത് പഞ്ചാബ് തെരഞ്ഞെടുപ്പ് വരുന്നത് വരെ ഏതാണ്ട് ഒരു വർഷത്തിനകം തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവാണ്. ഒരു വർഷമില്ല, അതിന് താഴെയേ ഉള്ളൂ. 2027 ആദ്യമാണ് അവിടെ തെരഞ്ഞെടുപ്പ്. അതിനോടൊപ്പം UPയും വരുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു നീക്കം എന്നൊക്കെ ഉള്ളതേ ഉള്ളൂ. അല്ലെങ്കിൽ തന്നെ നമുക്ക് ഇന്നറിയാം, ഇന്ന് വൈകുന്നേരത്തോടുകൂടി 5 മണിക്ക് അവസാനിക്കുമല്ലോ. അതിനു മുമ്പ് എത്ര കുട്ടികൾ ഇതിനകത്ത് പങ്കെടുക്കും, എന്താണ് ഇതിന്റെ ഒരു ഫൈനൽ റിസൾട്ട് എന്നുള്ളത് നമുക്ക് ഇന്ന് അറിയാൻ പറ്റും. പക്ഷെ ഇയാൾക്കെതിരെ നടപടിയൊന്നും എടുക്കുന്നില്ലെന്നാണ് പറയുന്നത്. ആദ്യം പറഞ്ഞത് ഈ അഭിജിത്ത് കെ വന്നു കഴിഞ്ഞാൽ അറസ്റ്റ് ചെയ്യും, വിമാനത്താവളത്തിൽ ഇറങ്ങി അറസ്റ്റ് ചെയ്യും എന്നൊക്കെ. പക്ഷേ കേന്ദ്ര സർക്കാരും ചെയ്യുന്നില്ല. ചെയ്യട്ടെ, എവിടെ കുട്ടികളാണല്ലോ അവരെ ചെയ്യുന്നത്, ഇവിടെ വരെ പോകാം. അരവിന്ദ് കേജ്രിവാളിനെ പോലുള്ള ആളിനെ പോലും കൃത്യമായിട്ട് അവിടെ വീഴ്ത്താനും ഒക്കെയുള്ള കെൽപ്പര BJPക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതൊരു കുട്ടിക്കളിയായിട്ട് അവർ കാണുന്നുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്.